ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തേക്ക് ഏവർക്കും സ്വാഗതം. സെപ്റ്റംബർ മാസത്തെ ഫലമാണ് പറയുന്നത്. സെപ്റ്റംബർ മാസത്തിൽ ഇടവക്കൂറുകാർക്ക്, അതായത് കാർത്തിക, രോഹിണി, കാർത്തികയുടെ അവസാനത്തെ മുക്കാൽ ഭാഗവും രോഹിണിയും മകീരത്തിന്റെ ആദ്യത്തെ പകുതി ഭാഗവും കൂടി ചേരുന്ന ഇടവക്കൂറുകാർക്കുള്ള ഫലമാണ് പറയുന്നത്. ഇടവക്കൂറുകാർക്ക് രണ്ടാം ഭാവത്തിൽ വ്യാഴം, മൂന്നാം ഭാവത്തിൽ ശുക്രൻ, നാലാം ഭാവത്തിൽ ബുധൻ, സൂര്യൻ, കേതു, അഞ്ചാം ഭാവത്തിൽ ചൊവ്വ, 10-ൽ രാഹു, 11-ൽ ശനി. ഇതാണ് ഗ്രഹസ്ഥിതി. ഈ ഗ്രഹസ്ഥിതി പ്രകാരം ഇവർക്ക് വ്യാഴവും ശനിയും അനുകൂലപരമായി നിൽക്കുന്നിടത്തോളം കാലം വളരെ ഗുണാധിപരമായിട്ടുള്ള കാര്യം തന്നെയാണ് പറയുന്നത്. അതുകൂടാതെ ശുക്രൻ അനുകൂലത്തിലാണ്, അതുപോലെ തന്നെ ബുധനും അനുകൂലത്തിലാണ്, അതുപോലെ തന്നെ മറ്റുള്ള ഗ്രഹങ്ങൾ ഗുണദോഷ മിശ്രത്തെയും കണക്കാക്കുന്നുണ്ട്. അത് കാരണം കൊണ്ട് തന്നെ ഇവർക്ക് സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങളുടെ ഒരു മാസമായിരിക്കും സെപ്റ്റംബർ മാസം. പുതിയ വാഹനങ്ങൾ തിരഞ്ഞെടുക്കുവാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട്. പുതിയ ഭവന നിർമ്മാണത്തിന് മോടി പിടിപ്പിക്കാനോ അല്ലെങ്കിൽ അതിന് ശ്രമിക്കാനോ, പുതിയ വാഹനങ്ങൾ വാങ്ങിക്കുവാനോ പുതിയ ഭൂമി വാങ്ങിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഒത്തുവന്ന് ചേരുന്നതാണ്. അതുപോലെ തന്നെ ആഭരണങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. നമ്മളുടെ സംസാര വിഷയങ്ങളിലൂടെ തന്നെ നമ്മൾക്ക് സ്വഭാവ സംബന്ധമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് നേടുവാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട്. വർത്തമാന ശൈലിയിൽ തന്നെ ഒരു പൊതുവായിട്ടുള്ളൊരു പെരുമാറ്റത്തിൽ വളരെ ഇഷ്ടപ്പെടുന്ന രീതി, അതായത് മറ്റുള്ളവർക്ക് വളരെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സംഭാഷണങ്ങൾ പോലും പലരെയും കീഴടക്കുവാനുള്ള സാധ്യതയും, വർത്തമാനം കൊണ്ട് ഉപജീവന മാർഗം നടക്കുന്നവർ, ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ അഡ്വക്കേറ്റ്, രാഷ്ട്രീയക്കാർ, ജ്യോത്സ്യന്മാർ, ഇവരൊക്കെ വാക്കുകൾ കൊണ്ട് നടത്തുന്ന ഓരോരോ തൊഴിലാണ്. അപ്പോൾ വാക്ക് സംബന്ധമായിട്ട് തൊഴിലെടുക്കുന്നവർക്ക് വളരെ ഉന്നത പ്രാപ്തി കിട്ടുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് എന്ന് തന്നെ പറയാം. അതുകൂടാതെ തന്നെ ഇലക്ട്രോണിക് സംബന്ധമായിട്ടുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും ഇലക്ട്രിക് സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നതും വൻ നേട്ടങ്ങൾ വരുവാനുള്ള സാധ്യതയും, വസ്ത്ര വിപണികളിൽ വൻ ലാഭങ്ങൾ കിട്ടുവാനുള്ള സാധ്യതയും, ബിസിനസ് മേൽക്കോയ്മയിൽ എത്തുവാനുള്ള സാധ്യത കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ മെക്കാനിക്കൽ സംബന്ധമായിട്ടുള്ള മേഖലയിൽ, ഹൈടെക് സംബന്ധമായിട്ടുള്ള മേഖലകളിലും പ്രവർത്തിക്കുന്ന എഞ്ചിനീയർമാരായാലും, അതുപോലെ തന്നെ ആ മേഖലയിൽ ഖനന സംബന്ധമായിട്ടും ഇരുമ്പ് സംബന്ധമായിട്ടും സ്റ്റീൽ സംബന്ധമായിട്ടും മെഷീനറി സംബന്ധമായിട്ടുള്ള വർക്കുകൾ ചെയ്യുന്നവർക്കും നല്ല ലാഭം കിട്ടുന്നതും, ടെക്നോളജികൾ ഉപയോഗിച്ച് പലവിധ യന്ത്രോപകരണങ്ങൾ കണ്ടുപിടിക്കുന്നതിലും മിടുക്ക് കാണിക്കുന്ന ഒരു മാസം കൂടിയായിരിക്കും സെപ്റ്റംബർ മാസം. പ്രൊമോഷൻ എല്ലാം കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം മേൽക്കോയ്മകൾ വന്നു ചേരുവാനും, യഥാശക്തി അവരുടെ സ്ഥാനമാനങ്ങൾ, പദവികൾ നിലയുറപ്പിക്കുവാനും, പുതിയ പദവിയിലേക്ക് കാലെടുത്ത് വയ്ക്കുവാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ രാജ്യം ഭരിക്കുന്ന നേതാക്കന്മാർക്കെല്ലാം വളരെ ശ്രദ്ധ വേണം. ജനസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളിൽ ഇടപെടുമ്പോൾ വളരെ സൂക്ഷ്മത കൈവരിക്കണം എന്ന് തന്നെ പറയുന്നത്. കാരണം ജനങ്ങളുടെ ഇടയിൽ വെച്ച് നമ്മളുടെ സംഭാഷണ രഹിതകൾ പിടിച്ചു പറ്റാൻ പറ്റുമെങ്കിൽ നമ്മളുടെ പ്രവർത്തനം ചിലപ്പോൾ സാധ്യതകൾ കൂടുതലായി കാണുന്നുണ്ട്. അത് കാരണം ആ ഭാഗം മാത്രം ഒന്ന് ക്ലിയർ ചെയ്യാന്ന് പറയുന്നു. ബാക്കിയുള്ള വലിയൊരു കുഴപ്പമില്ല. അതുപോലെ തന്നെ നമ്മൾ ചിന്തിക്കുന്ന ബുദ്ധികൾ വളരെ തെറ്റിപ്പോയോ എന്നൊരു സംശയം ചിലപ്പോൾ നേരിടാം. അത് നല്ലപോലെ ആലോചിച്ച് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വളരെ ഉചിതപരമായിരിക്കും. അതുപോലെ തന്നെ സഹോദര ബന്ധങ്ങളും കൂട്ടുബന്ധങ്ങളും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. പൊതുവെ പറയുകയാണെങ്കിൽ ഈ മാസത്തിൽ വളരെ മേൽക്കോയ്മകൾ വന്നു ചേരുവാനും, അതുപോലെ തന്നെ മേഖലകൾ നല്ലപോലെ പച്ച പിടിപ്പിക്കുവാനും, അതുപോലെ തന്നെ തൊഴിൽ സംബന്ധമായിട്ടുള്ള മേഖലകൾ കൂടുതൽ ശ്രദ്ധിക്കുവാനും, തൊഴിൽ പുരോഗമന പാതയിലേക്ക് നയിക്കുവാനും, തൊഴിൽ മുന്നേറ്റങ്ങൾ വരുവാനുള്ള സാധ്യത കൂടുതൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ധനവരുമാനത്തിന് നല്ല പുഴക്കം കാണുന്നുണ്ട്. ധനവരുമാനം കൂടുവാനുള്ള സാധ്യത കണ്ട് ബിസിനസ്സുകളിൽ നേട്ടം വരുവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെയാണ് ഞാൻ പറഞ്ഞ ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും, അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് സംബന്ധമായിട്ടുള്ള മേഖലയിലും ഇലക്ട്രിക് സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും വളരെ ഊർജ്ജിത സംബന്ധമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിക്കുവാനുള്ള സമയമായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ഭാഗ്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ്, ദൈവാനുഗ്രഹം ഉള്ള സമയമാണ്. അത് കാരണം തന്നെ ഉദ്ദിഷ്ട കാര്യങ്ങളെല്ലാം നടക്കുവാനുള്ള സാധ്യതയും ഈ മാസത്തിൽ ഇവരെ പ്രതീക്ഷിക്കാവുന്ന ഒരു മാസമാണ് സെപ്റ്റംബർ മാസം. വളരെ ഉചിതപരമായിട്ടുള്ളൊരു മാസം തന്നെയാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഇവർക്ക് നല്ല നേട്ടങ്ങൾ വരുവാനുള്ള സാധ്യത ഈ സെപ്റ്റംബർ മാസത്തിൽ ഇടവക്കൂറുകാരെ കാത്തിരിക്കുന്നുണ്ട്. നമസ്കാരം.